ഹായ്, ജീവൻ ലക്ഷ്യം എന്ന് പറയുന്ന പദ്ധതിയിൽ നമുക്ക് ആഡ് ഓൺ ആയിട്ട് എടുക്കാൻ പറ്റുന്ന 3 കാര്യങ്ങളാണുള്ളത്. നമ്പർ 1, ടേം റൈഡർ. നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുത്തു, അതിൻ്റെ കൂടെ ടേം റൈഡർ നമുക്ക് അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡെത്ത് സംഭവിക്കുന്ന ഉടനെ തന്നെ ഒരു സംരക്ഷണോട് ലഭിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ടേം റൈഡർ ആഡ് ചെയ്യാം. മറ്റൊന്ന്, ആക്സിഡന്റ്, ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ബെനിഫിറ്റ്. അപകട മരണമോ അംഗവൈകല്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ നഷ്ടപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആക്സിഡന്റ്, ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ബെനിഫിറ്റ് നമുക്കതിൽ ആഡ് ഓൺ ആയിട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ക്രിട്ടിക്കൽ ഇൽനെസ് റൈഡർ. ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ ബാധിച്ചു കഴിഞ്ഞാൽ 15ഓളം രോഗങ്ങളുണ്ട്. ക്യാൻസർ ഒക്കെ ഉണ്ടെങ്കിൽ, കംപ്ലൈന്റ് പോലത്തെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എത്ര തുകയ്ക്കാണോ എടുക്കുന്നത് ആ എമൗണ്ട് നഷ്ടപരിഹാരമായിട്ട് കിട്ടാൻ പറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ആരോഗ്യമില്ലാത്ത ഒരു അവസ്ഥയിൽ നമ്മൾ എടുക്കുക, പിന്നീട് എപ്പോഴെങ്കിലും ഇത്തരം കാര്യങ്ങൾ വരുന്ന സമയത്ത് അതൊരു സാമ്പത്തിക ബാധ്യതയായിട്ട് നമ്മുടെ ഫാമിലിയെ ബാധിക്കാതിരിക്കാൻ ഇത്തരം ചെറിയ ചെറിയ പ്രീമിയം അടച്ചുകൊണ്ട് നമുക്കതിൽ ആഡ് ഓൺ ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് 100% ഉപകാരപ്പെടുന്നു. അതുപോലെ ഈ പോളിസിയിൽ നമുക്ക് ലോൺ എടുക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അതായത് നമ്മളെ അടയ്ക്കുന്ന പ്രീമിയത്തിന് ആനുപാതികമായിട്ടാണ് എത്ര വർഷം ആയോ നോക്കിയിട്ടാണ് നമുക്ക് ആ എത്ര ലോൺ കിട്ടും എന്നുള്ളത് പറയാം. 2 വർഷം മുഴുവനായിട്ട് നമ്മൾ പ്രീമിയം അടച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അതിന് ശേഷം ഈ പോളിസിയുടെ കാലാവധി കഴിയുന്നതിനിടയ്ക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ലോണായിട്ട് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് ആവശ്യത്തിന് എടുക്കാം, അത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചടയ്ക്കാം, പിന്നീടും നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സേവിങ്സ് കൊണ്ടുവരുമ്പോൾ തന്നെ എമർജൻസി ഫണ്ട് ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് അതിന് ലോൺ എടുത്തുകൊണ്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയും. അപ്പൊ ഇത്തരം അഡീഷണൽ ആയിട്ട് എടുക്കാൻ പറ്റുന്ന പദ്ധതികളും കൂടെ പരമാവധി നമ്മൾ എടുക്കാൻ വേണ്ടി ആദ്യം തന്നെ ശ്രദ്ധിക്കുക. കാരണം രോഗങ്ങള് അല്ലെങ്കിൽ അസുഖങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപകടങ്ങളോ നമുക്ക് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് ആയിരിക്കില്ല വരിക. അപ്പൊ ഇത്തരം പദ്ധതികൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ഫാമിലിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് 100% നമുക്കത് ഉപയോഗപ്പെടും. തീർച്ചയായിട്ടും ഈ പോളിസികളെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് ഓരോ പോളിസികളും നമ്മൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. എൻ്റെ നമ്പർ 96 56 39 49 89. താങ്ക് യു.